പുരാതന ഈജിപ്തിലെ 18-ാം രാജവംശത്തിന്റെ അവസാനത്തെ രാജാവായ തൂത്തൻഖാമുൻ BC 1325 തന്റെ 19-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. എന്നാൽ ആ ചെറുപ്രായത്തിൽ അദ്ദേഹം എങ്ങനെ മരിച്ചു എന്നതിനെപ്പറ്റി നിരവധി ഊഹാപോഹങ്ങൾ മാത്രമാണുള്ളത്. അദ്ദേഹത്തിന്റെ കാൽമുട്ടിൽ ഒരു ഒടിവുണ്ടായിരുന്നുവെന്നും അത് മരണത്തിന്റെ തൊട്ടുമുന്നേ സംഭവിച്ചതിനാൽ വീണായിരിക്കാം മരണം സംഭവിച്ചതെന്നും അതല്ല മലേറിയയുടെ സാന്നിധ്യം ശവശരീരത്തിൽ കണ്ടെത്തിയതിനാൽ അതായിരിക്കാം മരണകാരണമെന്നും വിശ്വസിക്കുന്നു. ഫറവോന്മാർ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്കുള്ള ശവകുടീരം ഉണ്ടാക്കി തുടങ്ങും. എന്നാൽ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടതിനാലായിരിക്കാം അക്കാലത്തെ മറ്റ് ഈജിപ്ഷ്യൻ രാജകീയ ശവകുടീരങ്ങളെ അപേക്ഷിച്ച് 4 അറകളും പ്രവേശന ഗോവണിയും ഇടനാഴിയും അടങ്ങിയ ഒരു ചെറിയ ശവകുടീരമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്നാൽ മറ്റു ഫറവോന്മാരെ പോലെ തന്നെ രഥങ്ങൾ, ശവപ്പെട്ടികൾ, ഫർണിച്ചറുകൾ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ശവസംസ്കാര വസ്തുക്കളും വ്യക്തിഗത സ്വത്തുക്കളും ഉപയോഗിച്ചാണ് ടൂട്ടൻഖാമനെയും അടക്കം ചെയ്തിരുന്നത്. 1922 ഹോവാർഡ് കാർട്ടറുടെ നേതൃത്വത്തിലുള്ള എക്സ്കവേറ്റർമാരാണ് ടൂട്ടൻഖാമന്റെ ശവകുടീരം കണ്ടെത്തിയത്. അന്ന് ആ ഗവേഷണത്തിൽ ഉൾപ്പെട്ട പലരുടെയും ഉടനെ തന്നെ ഉണ്ടായ ദുരൂഹമരണങ്ങൾ പുരാവസ്തു ഗവേഷകരെ അമ്പരപ്പിച്ചിരുന്നു. ഫറവോന്റെ ശാപമാണ് മരണങ്ങൾക്ക് കാരണമെന്ന് പലരും പറഞ്ഞു. ജേണൽ ഓഫ് സയന്റിഫിക് എക്സ്പ്ലറേഷനിൽ പ്രസിദ്ധീകരിച്ച സമീപകാല പഠനം സൂചിപ്പിക്കുന്നത് ഈ മരണങ്ങളുടെ യഥാർത്ഥ കാരണം ശവകുടീരത്തിൽ ഉണ്ടായിരുന്ന വിഷാംശവും റേഡിയേഷനും വിഷമാലിന്യങ്ങളുമാണെന്നാണ്. വിദഗ്ധർ പറയുന്നതനുസരിച്ച് ടൂട്ടൻഖാമന്റെ ശവകുടീരത്തിനുള്ളിലെ റേഡിയേഷൻ അളവ് വളരെ വളരെ ഉയർന്നതായിരുന്നു. അവയുമായി സമ്പർക്കം പുലർത്തുന്ന ആർക്കും റേഡിയേഷൻ മൂലമുള്ള രോഗവും ക്യാൻസറും ഉണ്ടാകാം. സമകാലികവും പ്രാചീനവുമായ ഈജിപ്ത് ജനസംഖ്യയിൽ അസ്ഥി, രക്തം, ലിംഫ് എന്നിവയുടെ ഹിമാറ്റോപോയിറ്റിക് ക്യാൻസറുകളുടെ അസാധാരണമായ ഉയർന്ന സംഭവങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന് പ്രാഥമികമായി അറിയപ്പെടുന്ന കാരണം റേഡിയേഷൻ എക്സ്പോഷർ ആണെന്നാണ്. ഈ റേഡിയോ ആക്ടിവിറ്റി ടൂട്ടൻഖാമന്റെ ശവകുടീരത്തിൽ മാത്രം പരിമിതപ്പെടുന്നില്ല. കാരണം ഈജിപ്തിലുടനീളമുള്ള ഫറവോന്മാരുടെ ശവകുടീര അവശിഷ്ടങ്ങളിൽ അസാധാരണമായ ഉയർന്ന വികിരണാളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ശവകുടീരങ്ങൾ നിർമ്മിച്ച പുരാതന ഈജിപ്തുകാർ ഇതാരും തുറക്കാതിരിക്കാൻ ഇത്തരം വിഷപദാർത്ഥങ്ങൾ രാജാക്കന്മാരുടെ ശവകുടീരങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കാം. ശവകുടീരങ്ങളിൽ പല കാര്യങ്ങളും വ്യക്തമായി ആലേഖനം ചെയ്തിട്ടുണ്ട്. ഈ ശവകുടീരം തകർക്കുന്നവർ ഒരു ഡോക്ടർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത രോഗത്താൽ മരണത്തെ അഭിമുഖീകരിക്കുമെന്ന്. പക്ഷേ ഇതൊക്കെ അന്ധവിശ്വാസം മൂലമുള്ള ശാപവചനമോ കള്ളന്മാർ കയറാതിരിക്കാനുള്ള സൂത്രപ്പണിയോ ആണെന്നാണ് ഇതുവരെ വിശ്വസിച്ചിരുന്നത്.